ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനഫ് ഫാഷൻ ഡേക്ക്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. രാവിലെ ദേ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാലേ ആക്രി പറക്കാൻ പോകാനാണ് കേട്ടോ. വെറുതെ പറഞ്ഞല്ല, ശരിക്കും ഞാനൊന്ന് ആക്രി പറക്കാൻ പോവാണ്. എനിക്ക് കുറച്ച് ബോട്ടിൽസും അതിൻ്റെ അടപ്പും വേണം കേട്ടോ. ബോട്ടിൽ റൈഹുവിൻ്റെ കുറച്ച് പരിപാടിക്ക് വേണ്ടിയിട്ടും അടപ്പ് എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് കുട്ടി കുട്ടി ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട്, നമ്മുടെ ക്രാഫ്റ്റ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫ്ലവേഴ്സ് മേക്ക് ചെയ്യുന്നതും കുപ്പിയിൽ പെയിൻ്റ് അടിക്കൽ, ഗ്ലാസ്സിൽ പെയിൻ്റ് അടിക്കൽ, അങ്ങനെ കുറച്ച് പരിപാടികൾ. ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ കിച്ചൺ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അടപ്പുകൾ വറക്കാൻ പോകുന്നതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. തമാശ എന്താണെന്ന് ചോദിച്ചാലേ, ഇവിടെ ഒരുപാട് ബോട്ടിൽസ് കിടപ്പുണ്ടായിരുന്നേ, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ജോലിക്കാരും ബഹളമൊക്കെ ആയിരുന്നല്ലോ കുറേ ആയിട്ട്, വീട് പൊളിക്കലൊക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പറക്കി ആക്രിക്ക് കൊണ്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇറങ്ങി നടന്ന് പറക്കേണ്ടി വരും. കുറച്ചൊക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അന്നമ്മേനെ പള്ളിയിൽ കൊണ്ടാക്കാൻ പോയപ്പോഴും ഒക്കെ പറക്കി കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കുറേയും കൂടി വേണം. അപ്പം നമ്മുടെ വീടിൻ്റെ നേരെ താഴത്ത് കാണുന്നത് തോടാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് കുപ്പികൾ കിട്ടും കേട്ടോ. ഒരുപാട് കുപ്പികൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ എനിക്ക് എന്താണ് ഫ്ലവർ വേസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് കുപ്പികളില്ലേ, അതും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തപ്പി ഇറങ്ങാൻ പോവാണ്. ഞാനും റൈഹും ഉണ്ട്, പോയി നോക്കാം. അത്യാവശ്യം ബോട്ടിൽസ് എനിക്ക് അവിടെ നിന്ന് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നമുക്ക് ആക്രിക്ക് കൊടുത്തിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണമെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്ത് നോക്കാമെന്ന് ഇടയ്ക്കൊക്കെ എനിക്ക് അതുവഴിയൊക്കെ നടക്കുമ്പോൾ തോന്നാറുണ്ട്. കാരണം യൂസ് ചെയ്യുക, വലിച്ചെറിയാന്നുള്ളൊരു സിസ്റ്റം ആണല്ലോ നമ്മൾ മലയാളികൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കിയിട്ട് തരാം. ഓക്കെ. ഓ, അങ്ങോട്ട് മാറ്റി. ഓ, തോടിൻ്റെയും വയലിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് തെക്കോട്ടും വടക്കോട്ടും നടക്കാമെന്നല്ലാതെ ഞാൻ വന്ന കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് വൈവിധ്യമാർന്ന കുപ്പികൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷേ എല്ലാം ആ വെള്ളത്തിലാണ് കേട്ടോ. അവിടെ ഇവിടെയായിട്ട് വലിച്ചെറിഞ്ഞേക്കുവാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ വന്ന കാര്യം പാളിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റൈഹു എൻ്റെ അടുത്ത് പറഞ്ഞു, വെച്ച് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. അവിടെ ഇങ്ങനെ നമുക്ക് കയറി നിൽക്കാനും തോട്ടിലോട്ട് ഇറങ്ങാനും വേണ്ടിയിട്ടൊരു സംഭവമുണ്ട് കേട്ടോ. ഒരു വഴി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നേരെ നമുക്ക് തോട്ടിലോട്ട് ഇറങ്ങാനായിട്ട് പറ്റും. പക്ഷേ അവിടെയും സംഭവം അങ്ങോട്ട് ഓക്കെ അല്ല. നിങ്ങൾക്ക് ഈ ഇതിൽ കാണുമ്പോഴത്തേക്ക് ഞാൻ ഏതോ കാട്ടിക്കൂടെ പോകുന്ന ഒരു ഫീൽ വരുന്നുണ്ടോ? വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. പക്ഷേ ഡയറക്റ്റ് അങ്ങനെയൊന്നുമല്ല. ഒരു പുകമയം നിങ്ങൾക്ക് വീഡിയോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ ക്യാമറയുടെ ഗുണം മാത്രമാണ്. അല്ലാണ്ട് ഇവിടെ മഞ്ഞൊന്നുമില്ല കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അതേ ഒരടപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് അടപ്പുകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. പല വഴിക്ക് വാരി എറിഞ്ഞേക്കുവാണ്. കുപ്പിയും അടപ്പും ഒക്കെ പല വഴിക്കാണ്. ഇവിടെ കണ്ടോ, നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ളൊരു സ്ഥലം. മാഷാ അല്ലാ, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. വാഴത്തോപ്പും അതുപോലെ നിറയെ വയലാണ്. അവിടെ പശുവിനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് വെറൈറ്റി കൊക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റൈഹുവിനെയും കൊണ്ട് പോവാം കേട്ടോ. നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് വരാം. നല്ല രസമാണ് ഈ ഭാഗം കാണാൻ വേണ്ടിയിട്ട്. മുമ്പ് ഞാൻ എപ്പോഴും ഇക്കായും പിള്ളേരും ഒക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങി വരുമായിരുന്നു. നമുക്ക് താറാവുള്ള സമയത്ത് താറാവിനെ കുളിപ്പിക്കാൻ കൊണ്ടുവരുമായിരുന്നു കേട്ടോ ഈ ഒരു തോട്ടിൽ. ചെറിയൊരു ഉണക്കം വന്നാൽ തന്നെ തോട്ടിലെ വെള്ളം നന്നായിട്ട് വറ്റും. ചെറിയൊരു മഴ വന്നാൽ ഭയങ്കരമായിട്ട് കയറുകയും ചെയ്യും കേട്ടോ. ആ ഒരു അവസ്ഥയിലാണ് തോടുള്ളത്. അപ്പോൾ തോടും വയലും പുഴയും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യൂ. എനിക്കിച്ചിരി പേടിയാണ് കേട്ടോ. കാണാനുള്ള കൗതുകം മാത്രമേ ഉള്ളൂ. കാര്യത്തോടെടുക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ അത്ര അടിപൊളിയാണെന്ന് എനിക്ക് തോന്നാറില്ല കേട്ടോ. ഇപ്പം പോയി സത്യം പറഞ്ഞാൽ ശശിയായി കേട്ടോ. സാധാരണ തോട്ടിലൊക്കെ ഇഷ്ടം പോലെ കുപ്പിയാണെന്നതാ. ഇന്നിപ്പോൾ കുപ്പികളൊക്കെ കിടക്കുന്നു, പക്ഷെ എല്ലാം വെള്ളത്തിൽ അവിടെ ഇവിടെ ആയിട്ട് വലിച്ചെറിഞ്ഞേക്കുക. അപ്പോൾ അത് ഇറങ്ങിയെടുക്കാനുള്ള ഒരു പേടി. വെള്ളമൊന്നുമില്ല, കുറവാണ്, എന്നാലും എനിക്ക് പേടിയാണ്. റൈഹു ഇറങ്ങി എടുത്തു തരാമെന്ന് പറഞ്ഞതും വേണ്ട, കുഞ്ഞല്ലേ. ആഴമൊന്നുമില്ല കേട്ടോ, നല്ല നിരന്ന സ്ഥലമാണ്. വെള്ളവും കുറവാണ്, പക്ഷെ വേണ്ട. ഞാൻ റൈഹു പറഞ്ഞു വാപ്പം ഉണ്ടായിരുന്നു നടന്നേനെന്നുള്ള കാര്യം. പക്ഷെ ഇന്ന് എനിക്ക് വേണം. അപ്പോൾ റൈഹാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതുപോലെ കുറേ കുപ്പികൾ കിടക്കുന്നു. അത് തരാമെന്ന് പറഞ്ഞു എന്നവൻ പറഞ്ഞു. അപ്പോൾ അവനെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്ത് കഷ്ടമല്ലേ, വീട്ടിലുണ്ടായിരുന്ന സംഭവം എടുത്ത് ആക്രിക്ക് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ നടക്കുന്നത്. ഭയങ്കര കൊതു കേട്ടോ, ഭയങ്കര കൊതു.
നമ്മുടെ ഏരിയയൊക്കെ എങ്ങനെയുണ്ട്? കുറേ കാടും തോടും ഒക്കെ ഉണ്ട് കേട്ടോ. കാടില്ല, റബ്ബറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ കാടായിട്ട് തോന്നിയാലും സംഭവം റബ്ബറാണ്. ഇതേ ബാക്കിൽ കാണുന്ന കണ്ടോ, അതാണ് നമ്മുടെ വീട്. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് റോഡിലോട്ട്, അതായത് മെയിൻ റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ പോയ തോട്ടിൻ്റെ അവിടെ ഒരു നീല പെയിൻറ് കണ്ടോ, അതിൻ്റെ നേരെ ബാക്കിൽ വലിയ റോഡാണ്, ഡീസൻറ്റ് മുക്ക് പുല്ലൂർ മുക്ക് റോഡ്. ഇച്ചിരി ദൂരമേ ഉള്ളൂ. ഞാനിപ്പോൾ അതൊക്കെ നടക്കാം വീട്ടിലോട്ട്. അവിടുന്ന് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഡ്രൈവിനെ നോക്കി നടന്ന് ഞാൻ വീടെത്താറായി കേട്ടോ. ഇതോ വരുന്നവൻ. കിട്ടിയെന്ന് തോന്നുന്നു. കൊണ്ടുപോയ കവറിന് ഇച്ചിരി വലുപ്പം കൂടിയിട്ടുണ്ട്. നോക്കി നോക്കാം കേട്ടോ. കിട്ടിയാ? അടപ്പില്ലേ? കുപ്പിയില്ല? അടപ്പൊക്കെ ഊരിയിട്ടു. 5-6 ഉടുപ്പ് ഞാൻ വേറെ ഊരിയിട്ടു. 5-6 ഉടുപ്പാ? എടാ ഇതിലാകെ 2-3 പാൽക്കുപ്പി മാത്രമല്ലേ ഇടാ ഉള്ളു. 1, 2, 3 അടപ്പ്. കുറേ പാൽക്കുപ്പി കിടക്കുന്നു. അല്ലാതെ 3 അടപ്പ് മാത്രമേ കിട്ടിയുള്ളൂ. ഇവിടെ ഹരിതസേന വരും. ഹരിത കർമ്മസേന. അത് ഇന്ന് രാവിലെ വന്ന് കൊടുത്തു. ഹരിത കർമ്മസേന. കുറച്ച് അടപ്പേ കിട്ടിയോളൂ. നോക്കാം. പക്ഷെ എനിക്ക് മനസ്സിലായില്ല, നിനക്ക് ഇങ്ങനെ കുപ്പി അതിന് അടപ്പ് വേണ്ടേ? എന്തൊക്കെയോ അവൻ ചെയ്യാം. ദേ അവിടെ നിന്ന് ഇവിടെ നോക്കുന്നുള്ളി പറക്കിയ കുപ്പിയായിട്ട് വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം അടപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും അടുപ്പ് കിട്ടി കേട്ടോ. ഇത് പല സ്ഥലങ്ങളിലായിട്ട് കളക്ട് ചെയ്തെടുത്താണ്. ഞാൻ വീഡിയോ എടുത്തല്ലാണ്ട് വേറെയും കുറച്ച് കുപ്പികൾ ഞാൻ ഇക്കാടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്കൊരു 60 അടപ്പിൻ്റെ ആവശ്യമുണ്ട്. ഈ 60 അടപ്പും 2 കളറിലൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം കേട്ടോ. കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. പക്ഷേ ക്ഷമയോടെ ഞാൻ ഇതെല്ലാം പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്തിനാണെന്നുള്ള കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. കുപ്പിയോടൊപ്പം കിട്ടിയ പാട്ടയിലും പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം.